നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ബംഗാൾ തിരഞ്ഞെടുപ്പിലേക്കുള്ള പരസ്യ പ്രചരണം അവസാനിച്ചിരുന്നു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണം നടക്കുകയാണ്. നാളെ ബംഗാൾ ജനത ബംഗാളിലെ 142 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇത് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പാണ്, അവസാന ഘട്ട തിരഞ്ഞെടുപ്പ് കൂടിയാണ്. നാളത്തോടുകൂടി പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളും അവസാനിക്കുകയാണ്. ഇനി വോട്ടെണ്ണലിനായിട്ടുള്ള കാത്തിരിപ്പിലാണ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. അന്നായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരിക. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലും അസമിലും ബംഗാളിൽ കഴിഞ്ഞ 23-ന് ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതാണ്. ഇപ്പോൾ നാളെ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നു. വലിയ രീതിയിലുള്ള തന്ത്രം മെനയലുകൾ, അതുപോലെ തന്നെ ഈ നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമെന്ന് പറഞ്ഞാൽ തന്ത്രങ്ങളുടെ കൂടി ഒരു സമയമാണ്. എങ്ങനെയാണ് രാഷ്ട്രീയ തന്ത്രങ്ങൾ ഏറ്റവും അവസാനമായി മാറ്റി എഴുതപ്പെടുന്നത്, ഏറ്റവും അവസാനമായ അടിയൊഴുക്കുകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, ഇതൊക്കെ അറിയുന്ന മണിക്കൂറുകളാണ്. കഴിഞ്ഞ ഒന്നാം ഘട്ടത്തെ തിരഞ്ഞെടുപ്പ് പോലെ തന്നെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം രണ്ടാം ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നു. 93% ഒന്നാം ഘട്ടത്തിലെ പോളിംഗ് ശതമാനമെങ്കിൽ ഏതാണ്ട് അതുപോലെ തന്നെ പോളിംഗ് ശതമാനം രണ്ടാം ഘട്ടത്തിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം വാശിയേറിയ പ്രചരണമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബംഗാളിൽ നടന്നു വരുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകൾ അത് കുറച്ചുകൂടി ശക്തമായ ഒരു തിരഞ്ഞെടുപ്പാണ്, ഒരു ഘട്ടമാണ് ഇനി നടക്കാൻ പോകുന്നത്. 142 മണ്ഡലങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഏറിയ കൂറും. എന്നാൽ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇടിച്ചു കയറുക എന്ന ഒരു തന്ത്രമാണ് BJP പയറ്റിയിരിക്കുന്നത്. BJPയിൽ നിന്നും ശക്തമായ മത്സരം തന്നെ ഇത്തവണ തൃണമൂൽ കോൺഗ്രസ് നേരിടുന്നുണ്ട്. ഏതു വിധേനയും ഭരണം പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJP. മാത്രമല്ല, കേന്ദ്ര നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയും അമിത്ഷായും അടക്കമുള്ളവർ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് വളരെ വിശദമായ, വളരെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം കോട്ടകൾ കാക്കുക എന്ന പ്രതിരോധപരമായ തന്ത്രമാണ് ഇത്തവണ ഈ തൃണമൂൽ കോൺഗ്രസ് പയറ്റുന്നത്. BJPയെ ഒരു 70-80 സീറ്റുകളിൽ ഒതുക്കി കേവല ഭൂരിപക്ഷം നേടുക എന്നുള്ളതാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്ത്രം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള പ്രാർത്ഥന ഈ CPIM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും ഒരുപാട് പുറകോട്ട് പോകരുത് എന്നാണ്. അവർ അവരുടെ വോട്ടുകൾ നേടി, മാന്യമായ വോട്ട് ഷെയർ നേടി അവർ ഒന്ന് സ്ഥിതി മെച്ചപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിൻ്റെ നേട്ടമുണ്ടാവുക തൃണമൂൽ കോൺഗ്രസിനാകും എന്നാണ് അവർ വിലയിരുത്തുന്നത്. അതായത് 2021-ലെ തിരഞ്ഞെടുപ്പിൽ CPIM-നോ കോൺഗ്രസിനോ സീറ്റുകളൊന്നുമില്ല എങ്കിൽ കൂടി 117ഓളം മണ്ഡലങ്ങളിൽ അവിടെ സ്ഥാനാർത്ഥി വിജയിച്ച ഭൂരിപക്ഷത്തെക്കാൾ വോട്ടുകൾ ഈ സഖ്യം പിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്തരം മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയായി മാറിയിരുന്നു ഈ CPIM-ന്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വോട്ടുകൾ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ തൃണമൂൽ വിരുദ്ധ വോട്ടുകൾ അത് വിഘടിപ്പിക്കുന്നത് ഈ കോൺഗ്രസും അതുപോലെ തന്നെ CPIM-ഉമാണ്. ഇതുകൂടി BJPക്ക് പോയാൽ വലിയ രീതിയിലുള്ള മാറ്റം അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ CPIM-ഉം കോൺഗ്രസും ഒരു നിശ്ചിത ശതമാനം വോട്ട് എല്ലാ മണ്ഡലങ്ങളിലും പിടിച്ചാൽ മാത്രമേ തങ്ങൾക്ക് ആ മണ്ഡലങ്ങളിൽ വിജയിക്കാനാകൂ. ഈ 117 മണ്ഡലങ്ങളിൽ ശക്തമായ വോട്ട് ഈ CPIM-നും കോൺഗ്രസിനും ഉണ്ടായിരുന്നു. ഈ 117 മണ്ഡലങ്ങളിൽ 73 മണ്ഡലങ്ങളിലും വിജയിച്ചത് തൃണമൂൽ കോൺഗ്രസ് ആണ്. മറ്റു ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് BJPക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPIM-ഉം കോൺഗ്രസും പിടിക്കുന്ന വോട്ടുകൾ അത് ഒരു പരിധിവരെ തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്തും എന്ന് കണക്ക് കൂട്ടുകയാണ് മമതാ ബാനർജിയുടെ ക്യാമ്പ്. എന്നാൽ CPIM-നെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും നാമാവശേഷമാക്കി ഈ തെരഞ്ഞെടുപ്പ് തൂത്തുവാരുക എന്ന തന്ത്രമാണ് BJP ഇപ്പോൾ പയറ്റുന്നത്. അവർ CPM-നെയും കോൺഗ്രസിനെയും മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകളിലേക്ക് കൂടി കടന്നു കയറാനുള്ള ശ്രമം BJP നടത്തുന്നുണ്ട്. അതായത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ശക്തിയെങ്കിലും തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഒരു എഞ്ചിനെങ്കിലും വളരെ വലിയ രീതിയിലുള്ള ഹിന്ദു വോട്ടുകൾ തൃണമൂൽ കോൺഗ്രസിന് ഇപ്പോഴും പോൾ ചെയ്യപ്പെടുന്നുണ്ട്. അത് പരമാവധി BJPയിലേക്ക് എത്തിക്കുക എന്ന ഒരു തന്ത്രത്തിനാണ് ഇത്തവണ BJP രൂപം നൽകിയിരുന്നത്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസും പരമാവധി വോട്ടുകൾ പിടിച്ച് നില മെച്ചപ്പെടുത്തണം എന്നാണ് തൃണമൂൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 0 സീറ്റുകളാണ് CPM-ൽ ലഭിച്ചത്. എന്തായാലും നില മെച്ചപ്പെടുത്തും എന്ന് CPIM-ന്റെ ദേശീയ നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ആത്മവിശ്വാസത്തിലാണ് തൃണമൂൽ കോൺഗ്രസ്. പക്ഷേ ആ ആത്മവിശ്വാസത്തിന് വലിയ വെല്ലുവിളി ഈ ആദ്യഘട്ടത്തിൽ BJP ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു.
അതായത് ഉയർന്ന പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് സംശയലേശമന്യേ BJP വിലയിരുത്തുന്നു. അവിടെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ആദ്യം വോട്ടെടുപ്പ് നടന്നതെങ്കിൽ ഇനി നടക്കാനിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളാണ്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലവും ഇപ്പോൾ സുരക്ഷിതമല്ല എന്ന സ്ഥിതിയുമുണ്ട്. കാരണം ബംഗാളിൽ മാറ്റത്തിൻ്റെ കാറ്റ് ആഞ്ഞു വീശിയാൽ ഈ ഒരു രണ്ടാം ഘട്ടത്തിലും BJP വലിയ മേൽക്കൈ നേടുമെന്ന് മമതാ ബാനർജിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തൃണമൂൽ വിരുദ്ധ വോട്ടുകൾ പിടിച്ചു മാറ്റാൻ അവർ ഇപ്പോൾ CPIM-നോടും കോൺഗ്രസിനോടും ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. അവരെ ദേശീയ തലത്തിൽ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഇന്ത്യ മുന്നണിയാണെങ്കിലും എന്തുകൊണ്ടാണ് ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ഒരു ഇന്ത്യ മുന്നണിയായി മത്സരിക്കാത്തത് എന്നതിൻ്റെ രാഷ്ട്രീയ രഹസ്യവും ഇതുതന്നെയാണ് എന്നിപ്പോൾ പുറത്തു